ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഞാൻ ശരിക്കും വന്നിരിക്കുന്നത് നാഫിയാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവളൊരു അമ്മയായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിരുന്നു. പക്ഷേ അവളൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മാത്രമുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഐ മീൻ ഫുഡ് കഴിക്കുക, അതേപോലെ പിന്നെ കുട്ടിക്ക് പാൽ കൊടുക്കുക, കിടക്കുക. പ്രസവമായതുകൊണ്ട് നമ്മൾ 24 hours അങ്ങനെ കിടക്കായിരിക്കുമല്ലോ. 24 hours കൂടുതലും നമ്മൾ കിടക്കായിരിക്കും. സോ പിന്നെ പുളിസിനൊക്കെ എടുത്താൽ പിന്നെ അടുത്ത വിവാദം അതായിരിക്കും. അപ്പോൾ നമുക്ക് അവളെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എങ്ങനെ എത്ര നേരമാണ് ഫുഡ്, അതേപോലെ എന്തൊക്കെ ഫുഡുകളാണ്. ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ്. ഒന്നരാടം ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാവും. ഇന്നലെ ഇപ്പോൾ ഫ്രൈഡ് റൈസും അതേപോലെ ചിക്കൻ വരട്ടിയതെന്തോ ആയിരുന്നു. പിന്നെ 4 മണിക്ക് പായസം. ഇന്നലെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് തോന്നുന്നു. ഇന്നലെ എന്നല്ല, ഒന്നരായിട്ട് ഇവിടെ സ്പെഷ്യൽ ഫുഡുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഫുഡ് എന്താണെന്നും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓള് കിടക്കുക, അതേപോലെ പാൽ കൊടുക്കുക, അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം എന്തിനാ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഉള്ളത് ഫുഡ് കഴിക്കുക, അതേപോലെ ഇതൊക്കെ തന്നെ ഉള്ളു. ഫോണിൽ കഴിക്കുക, ഇതൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ ഫുഡ് കഴിക്കണവും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിവേ ഇപ്പോൾ ഇവിടെ നല്ല മഴ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി സംഭവം. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ കുട്ടികൾ ഇവിടെ പാർക്കിലുണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല ഗൈസ്. ഇവിടെ അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് സംഭവം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവിടെ ഭയങ്കര രസമാണ് സംഭവം. ഇവിടെ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും നമ്മൾ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമാണ് സംഭവം. ഒരു പണിയെടുക്കാതെ ഇങ്ങനെ ഫോണുമേയും കളിച്ച് ലാപ്ടോപ്പിൽ സിനിമയും കണ്ടിരിക്കാൻ നല്ല രസമുള്ള സംഭവമാണ്. നമ്മളെ ഡേയ്സ് ഇവിടെ കഴിയാനായി. ഇനി ആകെ 1 week ഉള്ളൂ തോന്നുന്നു. നമ്മൾ 1 month എടുത്തിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 22 days ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാനും കയ്യിലുണ്ടാവുന്ന ദിവസങ്ങളുള്ളൂ. സോ മാക്സിമം എൻജോയ് ചെയ്യുക. വീട്ടിൽ ചെന്നാൽ പണി, എല്ലായിടത്തും പണി. അയ്യോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, വെറുതെ ഇരിക്കാൻ വേറൊരു സുഖം. എന്താപ്പോൾ ഓക്കെ. സോ എന്തൊക്കെ ഫുഡാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, 6 മണിയോ അതോ അവൾ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ സംടൈംസ് അവളൊരു 4:30ക്കാണ് കുളിക്കാൻ പോവുക. 4:30ക്കല്ല, 6:30ക്കാണ് കുളിക്കാൻ പോവുക. അപ്പോൾ 6 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് പാലും പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ കാടമുട്ടയും അതേപോലെ കോഴിമുട്ടയാണ് കൊടുക്കാറ്. സോ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം 6 മണിക്ക് ഞാൻ നീച്ചിട്ടില്ല. നിങ്ങളോട് സത്യം പറയാലോ, ഞാൻ നീച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ 6 മണിക്ക് നീക്കുക പറഞ്ഞാൽ ഞാൻ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ അല്ല. അപ്പോൾ എന്താ രാവിലത്തെ ഫുഡ് അതായിരുന്നു. പിന്നെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടീനെയും കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവരൊരു 9 മണിയാവുമ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. ബ്രേക്ക്ഫാസ്റ്റ് എന്തെയ്യുന്നു എന്നുള്ളത് ഞാൻ അവിടെ കാണിക്കാം. ഇന്ന് രാഗി പുട്ടും കടലക്കറിയാണ് ഐ തിങ്ക്, പിന്നെ ചായ. ഇതാണ് ഇന്ന് നാഫിയാൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അവൾക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഒരു 11 മണിക്കുള്ളൊരു ഫുഡുണ്ട്. 11 മണിക്ക് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് എന്തോ ജീരകവും ഉലുവയൊക്കെ ഇട്ടിട്ടുള്ളൊരു കഞ്ഞി. എന്താണ് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. അറിയുന്നവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തതുകൊണ്ട് നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ. സോ അറിയാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക. ആർക്കും ആ കഞ്ഞി അറിയെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യാം. സോ പിന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ, രാത്രിയല്ല ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ വീഡിയോയും അതേപോലെ 11 മണിക്ക് എന്താ കഴിച്ചിരുന്നുള്ള വീഡിയോയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം. എന്താണ് സംഭവം എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാം. അറിയാത്തവർക്ക് അറിവ് പറഞ്ഞു തരണ്ടേ.
ഓക്കെ. പിന്നെ അത് നാഫിയ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവളെ കാണിക്കുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് പറയുന്നത് നല്ല കുത്തരിച്ചോറും പപ്പടവും പിന്നെ എന്തോ ഒരു കറിയാണ്, എന്താണെന്നുള്ളത് ഞാൻ കൈയിട്ട് അടക്കിയില്ല ഗൈസ്, എന്താണെന്നുള്ളത്. അടുത്തത് പറയുന്നത് കോവക്കപ്പേരി, അടിപൊളിയായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു എന്ന് കണ്ടിട്ട് എനിക്ക് തോന്നി, തിന്നോക്കിയിട്ടില്ല, തിന്നോക്കിയാലുള്ള അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ ഫുഡിനൊന്നും ആരും കുറ്റം പറയുന്നില്ല, അടിപൊളിയാണല്ലോ. ഇവിടെ ഇരിക്കാൻ ശരിക്കും നല്ല രസമാട്ടോ. ബട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കലില്ല. ഞാൻ ബെഡിലും കിടന്ന് അങ്ങനെ ഫോണുമേയും കളിച്ച് വെറുതെ സമയം കളയലാണ്. ശരിക്കും ഇവിടെ ഇരിക്കാൻ നല്ല രസം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. അപ്പോൾ അതൊക്കെ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എവിടുക്കാൻ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ എടുക്കുമല്ല, കുട്ടിയുടെ പൊടി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളെന്ത് ചെയ്യാം, അടുത്ത് താഴത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. സോ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ആ പൊടി അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത്. കുട്ടീനെ തിങ്കളാഴ്ചയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. സോ ഇന്നും നാളെയും കൊടുക്കാനുള്ള പൊടി ഇല്ല. സോ നമുക്ക് അവനെ പട്ടിണിക്ക് ഇടാൻ കഴിയില്ലല്ലോ, നമ്മൾ മുതലായി പോയില്ലേ. സോ ഗൈസ്, നമ്മൾ ഈ ചെറുമഴത്ത് നല്ല ഇഷ്ടമാണ് ഗൈസ്, മഴയത്ത് എങ്ങോട്ട് പോകണം ഗൈസ്. അവിടെ ഒരു വലിയ വീടുണ്ട്, ആ വീട്ടിലും ഇവരെ എന്തൊക്കെയോ പാർട്ട്ണറുണ്ട് തോന്നും. അവിടെ അതാ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. സോ നമുക്ക് എന്തായാലും മെഡിക്കൽ ഷോപ്പിൽ പോവാം, അവിടെ പോയിട്ട് മരുന്നൊന്ന് കാണല്ല വാങ്ങാം. ഓക്കെ. നമ്മൾ പറഞ്ഞ മെട്രോ ക്ലിനിക്ക്. സോ നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ഐ തിങ്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കാണാനുണ്ട്, ബേബി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ. സോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. ഓക്കെ. സോ മൂഞ്ചി പോയി ഗൈസ്, മൂഞ്ചി ഓലെ ഫാർമസിയിൽ അതില്ല, കഴിഞ്ഞിക്കാന്ന് പറഞ്ഞത്. നാളെ സൺഡേ ആയതുകൊണ്ട് തരില്ല, മറ്റന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ നമുക്കതിൻ്റെ ആവശ്യമല്ല, മറ്റന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമല്ലോ. സോ നമുക്ക് അവിടുത്തെ ഫാർമസിയിൽ വാങ്ങാം ഗൈസ്. എനിക്ക് ശരിയാണ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇൻട്രോവേർട്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ആ പൊടിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഡാഡീനെ വിളിച്ചിട്ട് ഡാഡീനോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം. ഓക്കെ. ഇവിടെ വന്നപ്പോഴാണ് നാഫിയാക്ക് 4 മണിക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കടലയാണിന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിക്കത്തുള്ള ഫുഡ് വന്നു, മിരങ്ങാക്കറിയും അതുപോലെ വേറെ എന്തോ ഒരു കറിയുണ്ട്. ഇനി ഉച്ചക്കത്തെ മീൻകറിയുടെ ബാക്കിയാണോ നിങ്ങൾക്ക് അറിയില്ല, ചിക്കനാണോന്നും അറിയില്ല ഗൈസ്, ഞാൻ കൈയിട്ട് നോക്കാൻ പോയില്ല. പിന്നെ അടുത്തത് പറയുന്നത് നല്ല ചോറും, ആ സാധനം എനിക്ക് തുറക്കാൻ കിട്ടണില്ല, അതിൽ സോയാബീനാണ്. സോ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ സോയാബീൻ. പിന്നെ തുറന്നു. അങ്ങനെ ഇതൊക്കെയാണ് നൈറ്റത്തെ ഫുഡ്. പക്ഷേ എൻ്റെ ഫുഡ് ഇതായിരുന്നു, എഗ്ഗും അതേപോലെ സോയാബീനും കടലയും. അപ്പോൾ ഗൈസ് ഞാനൊന്ന് ഉറങ്ങി നീക്കുകയോ ചെയ്തു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടില്ല. നൈറ്റത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് വരും. സോ അപ്പോൾ ഇതാണ് ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.